പൂർണ്ണമായും നിശബ്ദമായ ഒരു കഫേ. അവിടെ ഒരു സീറ്റിൽ അവൾ ഇരിപ്പുണ്ടായിരുന്നു. കാര്യമായി എന്തോ കുത്തിക്കുറിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഓർഡർ ചെയ്ത പ്രകാരമുള്ള കോഫി അവൾക്കരികിലെത്തി. സാരിയും ചന്ദനക്കുരയുമായി മുംബൈ നഗരത്തിൽ ഒരു സ്ത്രീയെ കണ്ടതുകൊണ്ടാവാം അവൻ അവളെ പരിസരം മറന്ന് നിരീക്ഷിക്കുവാൻ തുടങ്ങി. കുറച്ചു നേരത്തെ നിരീക്ഷണത്തിന് ശേഷം അവൻ അവൾക്കരികിലേക്ക് വന്നു. ഹായ്. ആരാ? മനസ്സിലായില്ല. തനിക്ക് മനസ്സിലാവാൻ വഴിയില്ല, കാരണം തന്നെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എനിവേ, ഐ സാഗർ സത്യ. തന്റെ പേരെന്താ? അറിഞ്ഞിട്ടെന്തിനാ? ഓ സോറി. തനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? തന്റെ നോട്ടം കണ്ടോണ്ട് ചോദിച്ചതാ. അല്ല, മുംബൈ പോലൊരു സ്ഥലത്ത് സാരി, ചന്ദനക്കുറി. ഓ അതായിരുന്നോ? ഇന്നെന്റെ ബർത്ത്ഡേയാ. ഓ ഹാപ്പി ബർത്ത്ഡേ. അല്ല, താൻ എന്താ അത്ര കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നേ? അതൊരു കഥയാ. ഫൈനൽ മിൽക്ക് വേണിയില്ല. ഓ, താൻ എഴുതുവോ? എന്താ എന്നെ കണ്ട എഴുതുമെന്ന് തോന്നത്തില്ലേ? അയ്യോ അതല്ല, ഞാനത് വായിച്ചോട്ടെ. ഓക്കെ. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ആ പുസ്തകം എടുത്ത് വായന തുടങ്ങി. എന്തുകൊണ്ടോ ആ കഥയുടെ തലക്കെട്ട് അവനെ വല്ലാതെ ആകർഷിച്ചു. ശ്രുതി മാധവം. എന്തിനാ ദൈവമേ നീ എനിക്ക് ഇങ്ങനൊരു ജന്മം തന്നെ? നീ തന്ന ജീവൻ ഞാൻ നിന്നെ തന്നെ തിരിച്ചേൽപ്പിക്കുവാണ്. ഒപ്പം എൻ്റെ വയറ്റിൽ വളരുന്ന മറ്റൊരു ജീവൻ കൂടി. പൊന്നു വെച്ച് നിനക്ക് വട്ടാണോ? അല്ലെങ്കിൽ തന്നെ പെമ്പിള്ളേർക്ക് ഉള്ളതാണല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചാവാൻ നിൽക്കല്. താൻ ഏതാ? തനിക്ക് എന്താ വേണ്ടേ? അത് ശരി, തന്നെ രക്ഷിച്ചത് ഞാനാ. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ പറഞ്ഞോ തന്നോട് എന്നെ രക്ഷിക്കാൻ? ഒന്ന് സമാധാനത്തോടെ ചാവാനും സമയമില്ല. ചാവാൻ മാത്രം കുട്ടിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എല്ലാം തന്നെ ബോധിപ്പിക്കണോ? ഒന്ന് പോയി തരുവോ? അയ്യടാ, എന്നിട്ട് വേണം നീ പിന്നെ വെള്ളത്തിലോട് എടുത്ത് ചാടിയിട്ട് അത് എന്റെ പെടലിക്ക് ഇരിക്കാൻ. നടക്കത്തില്ല കൊച്ചേ. തനിക്കിപ്പ എന്താ വേണ്ടേ? താനിപ്പോ എന്റെ കൂടെ വരണം. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. താനൊന്ന് ഓക്കെ ആവുന്നത് വരെ തനിക്ക് അവിടെ നിൽക്കാം. അയ്യടാ, താനൊന്ന് പോയടോ. എന്റെ പൊന്നു കൊച്ചെ, ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്റെ വീട്ടുകാരുടെ നമ്പർ അല്ലെങ്കിൽ വേണ്ട, താൻ വണ്ടി കയറ്, ഞാൻ തന്നെ വീട്ടിലാക്കാം. എനിക്ക് വീടില്ല. വാട്ട് വാട്ട് യു മീൻ? താൻ എന്തൊക്കെയാ പറയുന്നേ? സത്യം, എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. സീരിയസ്ലി? താനൊരു കാര്യം ചെയ്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. വേണ്ട. ഇതേ കൊച്ചേ, നിനക്ക് ആ 2 ഓപ്ഷൻസ് വരും. ഒന്ന്, ഇപ്പൊ എന്റെ കൂടെ വരണം. താനൊന്ന് ഓക്കെ ആയി കഴിഞ്ഞ് തനിക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന് പറഞ്ഞാ ഞാൻ തന്നെ കൊണ്ടുവച്ചു വിടാം. 2, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. എന്ത് വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. പോലീസിനൊന്നും വിളിക്കണ്ട. അപ്പൊ എങ്ങനെയാ, എന്റെ കൂടെ അങ്ങ് വരുമല്ലേ? അപ്പൊ ഒന്ന് കാറിക്ക്. വാ കേറ്. ഇവിടെ ആരും ഇല്ലേ? തനിക്കെന്നാ കണ്ണി പിടിക്കുന്നില്ലേടോ? ഏയ് അതല്ല, വേറെ ആരും ഇല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഏകദേശം തന്നെ പോലൊക്കെ തന്നെയാ. അങ്ങനെ പറയാനും മാത്രം എനിക്കും ആരുമില്ല. തനിക്കിതാ ആ റൂമിൽ താമസിക്കാം. ഫ്രഷ് ആണെങ്കിൽ ആയിക്കോ. തൽക്കാലം ഞാൻ എന്റെ PJs ഇട്ട് തരാം. നാളെ നമുക്ക് പോയി വേറെ ഡ്രസ് എടുക്കാം. അതൊന്നും വേണ്ട. പിന്നെ താൻ ഉടുക്കാതെ നടക്കാൻ പോവാണോ? പൊന്നു കൊച്ചേ, ചതിക്കല്ലേ? അയ്യേ, ചെല്ല്, പോയി ഫ്രഷ് ആയിട്ടോ, ഞാൻ കൊണ്ടെടുത്ത് വെക്കാം. എനിക്ക് വിശപ്പില്ല. സോറി കൊച്ചേ, ഇവിടെ പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. എന്നെ കൊച്ചേന്ന് വിളിക്കണ്ട, എന്റെ പേര് കൊച്ചെന്നല്ല. എന്നാ കൊച്ചു കൊച്ചിന്റെ പേര് പറ. കൊച്ചു കൊച്ചിന്റെ പേരെന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് കൊച്ചിന്റെ പേര് വിളിക്കാൻ പറ്റൂ. പറ കൊച്ചേ. ശ്രുതി. അപ്പൊ ശ്രുതി കൊച്ചു ചെല്ല്.
അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയൂ. എന്താ? താൻ എന്തിനാ മരിക്കാൻ നോക്കിയേ? താൻ ഓക്കെ അല്ലെങ്കിൽ പറയണ്ട. അജു, എന്താടാ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നെ വഴി? അത് പിന്നെ നീ എന്നാണേലും പറ. അജു, അത് ഐ പ്രഗ്നന്റ്. വാട്ട്? സത്യ, 2 മാസമായി. താനെന്താ എന്നോട് ഇതുവരെ ഒന്നും? അറിയില്ല, എനിക്കെന്തോ പറയാൻ പറ്റിയില്ല. കുഞ്ഞിന്റെ അച്ഛൻ? താൻ എന്നോട് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഞാൻ എന്തിനാ മരിക്കാൻ ശ്രമിച്ചതെന്ന്. ഐ ഹാഡ് എ റീസൺ. എന്താ അത് എൻ്റെ ഫാമിലി ഭയങ്കര ചെറുതായിരുന്നു. ഞാനും അച്ഛനും അമ്മയും അച്ഛൻ്റെ അനിയനും ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസമൊക്കെ അവരും. ബട്ട് ഞങ്ങളും ചെറിയച്ഛൻ്റെ ഫാമിലിയും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലായിരുന്നു. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ. ആൻഡ് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒപ്പം പഠിച്ചിരുന്നതാ. ഞങ്ങളുടെ ഇത് 4 വർഷത്തോളം എത്തിയ റിലേഷനായിരുന്നു. അവൻ കോളേജിൽ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിലേഷൻ നല്ല ഫേമസ് ആയിരുന്നു. ആളുടെ പേര്? മാധവ് മോഹൻ. മാധവേ, നിന്നെ പ്രിൻസി വിളിക്കുന്നു. ആടാ, വരുവാ. എന്റെ പൊന്നു മാധവേ, നീ എനിക്ക് ഒരു ദിവസം സമാധാനം തരുമോ? ഞാൻ എന്തോ ചെയ്തെന്ന സാറി പറയുന്നേ? നീ എന്നാടാ ഇവന്മാര് ചെയ്തു വെച്ചേക്കുന്നേ? ഇന്നത്തെ കാരണം എന്താണാവോ? എന്റെ പൊന്ന സാറേ, ഞാൻ വേണോന്ന് വെച്ച് കയറി അടിച്ചതല്ല. ഇവന്മാരെന്ന് വാങ്ങിയതാ. ഇവന്മാരാ ഫസ്റ്റ് ഇയറിലെ പെൺകുട്ടികളോട് മോശമായിട്ട് ബിഹേവ് ചെയ്തോണ്ടാ ഞാൻ കയറി അടിച്ചത്. അങ്ങനെ എന്തെങ്കിലും കണ്ടാ നീ ഇവിടെ വന്ന് കംപ്ലൈന്റ് ചെയ്യണം, അല്ലാതെ ഇവന്മാരെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓ ഇന്നോ വന്ന് പറഞ്ഞോ അപ്പൊ തന്നെ ഇങ്ങനെ അവരെ നോക്കി വലിച്ചു കയറ്റുമല്ലോ. എന്താ? ഇനി ആവർത്തിക്കത്തില്ല എന്ന് പറയുമായിരുന്നു സാർ. ഓക്കെ, യു ക്യാൻ ഗോ നൗ ആൻഡ് ഡോണ്ട് റിപ്പീറ്റ് ദിസ് എവർ അഗൈൻ. ഷുവർ സാർ. ഇതാ ശ്രുതി ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, അറിഞ്ഞു കാണോ? അറിഞ്ഞെന്നാ തോന്നുന്നു. സബാഷ്. അതെ, ഒരു പെട്ട് ബുക്ക് ചെയ്തേക്ക്. പിന്നെ റീക്ക് വാങ്ങുമ്പോ പച്ചയും വെള്ള പൂക്കളുള്ളത് വാങ്ങിയാ മതി. ശ്രുതി മോളെ. ഓഹോ, വന്നോ? വരാതെ ചേട്ടൻ പിന്നെ എവിടെ പോവാനാ? അയ്യടാ, ഒരു ചേട്ടൻ വന്നേക്കുന്നു. എന്തായിരുന്നു എന്ന്? അത് പിന്നെ ശ്രീ. ദേ മാധു, ഞാൻ നിന്നോട് എത്രാമത്തെ തവണ ഇങ്ങനെ വഴക്കിനൊന്നും പോരുതെന്ന് പറയുന്നേ? എടാ, വേണോന്ന് വെച്ച് ചെയ്തതല്ല. അറിയാതെ നിന്റെ കയ്യും കാലും അവന്റെ ദേഹം തങ്ങ് വീണതായിരിക്കും അല്ലയോ? എടാ, അവന്മാരാ പിള്ളേരോട്. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അതിന് അവന്മാർക്ക് 2 കിട്ടുകയും വേണം. വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. എന്നും കരുതി ഇങ്ങനാണോ അടിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നാളെ പോയി ഗോതമ്പൂട്ട തന്നെയായിരുന്നു. അയ്യോ, ഇപ്പൊ അവിടെ നല്ല ബിരിയാണി അടി. അതും ആഴ്ചയിൽ 2 ദിവസം. ഇതാ ഒന്നങ്ങ് വെച്ചെന്നാണ്ടല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞാ. തൽക്കാലത്തേക്ക് ഞാൻ വിട്ടേക്കുവാ. എന്നാ ഞാൻ പോട്ടെ, സമയം വൈകി. പോകുവാണോ? ചേട്ടനൊരു ഉമ്മാനിട്ട് കൂടി. അയ്യടാ, ഞാൻ പോകുവാ. നാളെ കാണാം. അമ്മ, ഞാനെത്തി. ആഹാ, എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ക്ലാസ്സൊക്കെ? എന്റെ പൊന്നമ്മ, വന്ന് കേറുമ്പോ തന്നെ മൂട് കളയല്ലേ, എനിക്ക് വിശക്കുന്നു. ഇത് പിന്നെ പതിവാണല്ലോ, പഠിത്തത്തിന്റെ കാര്യം ചോദിക്കുമ്പോഴേ ഒഴിഞ്ഞു മാറില്ല. നിന്റെ റിസൾട്ട് വരട്ടെ. മാർക്കെങ്ങാനും കുറഞ്ഞ് അവരെ വിളിച്ച് കെട്ടിക്കൊണ്ട് പോവാൻ പറയും ഞാൻ. നീ നോക്കിക്കോ. പോ അവിടന്ന്. അയ്യടാ, അവളുടെ മനസ്സിലിരിപ്പുണ്ടോ? ഡീ
പെണ്ണിനെ ഇങ്ങനെ കഴിച്ചു കേട്ടോ, വല്ലതും പറയിപ്പിക്കുമ്പോ കാണാം. എന്റെ പൊന്നു ഹേമേ, എന്താ നിന്റെ പ്രശ്നം? ഏടത്തിക്കല്ലെങ്കിലും ഞാൻ പറയുന്നതും തലേ കയറത്തില്ലല്ലോ. എത്രയായി ഞാൻ പറയുന്നു അവളെ എന്റെ മോനെ കൊണ്ടൊന്ന് കെട്ടിക്കാൻ? അതെങ്ങനാ ഹേമേ? അവൾക്ക് ആ മാധവമോൻ ഇഷ്ടമാണെന്ന് നിനക്കറിയത്തില്ലേ? എല്ലാം അവളുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തോ. കണ്ടാൽ അറിയാത്തവരെ കൊണ്ടാൽ അറിയും. എന്റെ പൊന്നു ഹേമേ, നിന്നോട് വഴക്കിടാൻ എനിക്ക് വയ്യ. അതിന് ഞാൻ എപ്പോഴാ വഴക്കിന് വന്നേ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പോകുക. വിചാരം കണ്ടാത്തോന്ന് എന്തോ വലിയ ആൾക്കാരാണെന്ന്. ആ പെണ്ണിന് ഒരു ദിവസം എന്റെ കൈ കിട്ടും. ജാനോ, അച്ഛേ. സോപ്പ് ഇടണ്ട, നിനക്കുള്ളത് കവറിലുണ്ട്. അല്ലല്ലോ എന്റെ അച്ഛ പൊളിയല്ലേ. നിന്റെ അമ്മയുടെ അമ്മ കുളിക്കുവാ. ശ്രുതി, ആരവിടെ? ഏട്ടനായിരുന്നു. നീരാട്ടൊക്കെ കഴിഞ്ഞോ ആവോ? പോ മനുഷ്യ അവിടുന്ന്, ഞാൻ ഫുഡ് എടുക്കാം. അവര് നമ്മുടെ കൂടെ കഴിച്ച ചരിത്രമുണ്ടോ? അവര് കഴിച്ചു കിടന്നു. നീ ഫുഡ് എടുത്ത് വെക്ക. അച്ഛേ, ചെറിയച്ഛനൊക്കെ നമ്മളോട് എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അവരിങ്ങനെ തന്നെ. ഓ, മോള് വാ, നമുക്ക് കഴിക്കാം. അച്ഛേ. അച്ഛേ. എന്താടാ? അച്ഛൻ, ഞാൻ നാളെ മാധുവിന്റെ കൂടെ ഒന്ന് പുറത്തു വെക്കോട്ടെ? എങ്ങോട്ടാ? സിനിമയ്ക്ക്. എപ്പോഴാ? സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോയോ? പ്ലീസ് അച്ഛാ. സിനിമയൊക്കെ കഴിഞ്ഞ് എപ്പ തിരിച്ചെത്താനാ? ചെറിയച്ഛനൊക്കെ അറിഞ്ഞ ചൊറിഞ്ഞോണ്ടിരിക്കാൻ അത് മതി. ഞങ്ങള് നാളെ പടം കഴിഞ്ഞ് അവന്റെ വീട്ടിൽ നിന്നോളാം, അപ്പൊ പ്രശ്നമില്ലല്ലോ. അതൊന്നും വേണ്ട, ശരിയാവത്തില്ല. അച്ഛ പ്ലീസ്, അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയതുകൊണ്ടാ. സേഫ് ആയിട്ട് പോയി വരൂ. പിന്നെന്താ, ഞാൻ സേഫായി വന്നേക്കാം. നിന്റെ മാധുവിനോട് ഇനി ഇങ്ങനെ ലേറ്റ് ആയി പടത്തിനൊന്നും ബുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കണം. പോവുകയാണെങ്കിൽ പകല് വെക്കോ? ഓക്കെ അച്ഛേ, അപ്പൊ ഇതിന് ഓക്കെ പറഞ്ഞേക്ക് വന്നേ. ഓക്കെ ഓക്കെ. എന്റെ അച്ഛനല്ലേലും മുത്താണ്. താങ്ക് യു. എങ്ങനെയാണ് നിന്റെ അച്ഛൻ സമ്മതിച്ചോ? എന്താ തോന്നുന്നു? നീ അല്ല ആള് സമ്മതിപ്പിച്ചു കാണും. മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു ഗള്ളി. എന്തുവാടി? ചുമ്മാ. പിന്നെന്താ? പിന്നൊന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നു. ബൈ. നീ എന്താടി ഇങ്ങനെ അൺറൊമാൻറ്റിക് മൂരാച്ചിയായി പോയി? അൺറൊമാൻറ്റിക് മൂരാച്ചി നിന്റെ കെട്ടിയോള്. അതന്നെ ഞാനും പറഞ്ഞു. അതിന് നീ എന്നെ കെട്ടിയില്ലല്ലോ. കെട്ടുമല്ലോ. ആദ്യം കെട്ട്, എന്നിട്ട് ഡയലോഗ് അടിക്കാം. ഞാൻ നിന്നെ കെട്ടുന്നുള്ളത് ഷുവർ അല്ലേ? ആര് പറഞ്ഞു? അതിനു മുമ്പ് നീ എങ്ങാനും തട്ടിപ്പോയാലോ? ആ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. എനിക്ക് നിന്നെയും കിട്ടി 2-3 പിള്ളേരുടെ തന്തയായി അതിനൊക്കെ കൊച്ചായിട്ട് ചത്താ മതി. ആഹാ, ചെറിയ ആഗ്രഹമാണല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ? വേണ്ട, പറയണ്ട. എന്തുവാടി? പറ. എല്ലാവരും പറയുന്ന ക്രിഞ്ച് തന്നെ. എന്നാലും നമ്മുടെ ആദ്യത്തെ കുഞ്ഞു പെണ്ണായിരിക്കോ ആണായിരിക്കോ? അതിപ്പോ കബഡി നിർത്തി നോക്കേണ്ടി വരും. ഇവളെക്കൊണ്ട്. ഓക്കെ, ഞാൻ നിർത്തി, നീ പറഞ്ഞു. നമ്മുടെ ആദ്യത്തെ കുട്ടി പെണ്ണാണെങ്കിൽ നമ്മക്കണക്ക് ഇലിഷാന്ന് പേരിടാം. എന്തോന്ന്? ഇലിഷ. നിനക്കിപ്പോ എവിടെന്ന് ഇങ്ങനൊരു പേര്? ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. കേക്കാൻ വഴിയില്ല, അവന് ഭയങ്കര വയറാ. ഓ, നിനക്കതിന്റെ മീനിങ് അറിയോ? ആ പേര് തന്നെ ആദ്യമായിട്ടാ കേക്കുന്നത്. പിന്നെ മീനിങ് എങ്ങനെ അറിയാനാ? ക്വീൻ ഓഫ് എർത്ത്. എന്താ മീനിങ്? ക്വീൻ ഓഫ് എർത്ത്. വാവ്, നിനക്കിതൊക്കെ എവിടെന്ന് കിട്ടി? അതൊക്കെ കിട്ടി. അല്ല, ആൺകുട്ടിയാണെങ്കിലോ? അല്ല, ആദ്യത്തത് പെണ്ണായിരിക്കും. അഥവാ ആണെങ്കിലോ? ആണെങ്കി ഇവാൻ. അതിനി എന്താണാവോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് പേരിഷ്ടമാ. ഓ, അങ്ങനെ. ശ്രീ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തുവാ? നീ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ കെട്ടുന്നതിന് മുമ്പ് എനിക്കെങ്ങാനും പരലോകത്തേക്കുള്ള വിസ പാസ്സായ നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? നിന്നേക്കാ നല്ലൊരുത്തനെ കണ്ടുപിടിച്ച് കെട്ടി ഞങ്ങളുടെ കൊച്ചിന് ഇലിഷാന്ന് പേര് വിട്ട് സുഖമായിട്ട് ജീവിക്കും. അല്ല പിന്നെ. ആഹാ, ഒരു ഇമോഷണൽ ആൻസർ പ്രതീക്ഷിച്ച ഞാൻ ആരെയായി? തൽക്കാലം മോൻ എന്റെ കയ്യിൽ നിന്ന് ഇത്ര ഇമോഷൻസ് പ്രതീക്ഷിച്ചാ മതി. എന്നാ നീ കിടന്നു, വൈകി. ലവ് യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഉമ്മ. ലവ് യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഉമ്മ. ബൈ. ബൈ. അമ്മ.
ഞാൻ പോകുവാ. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് പുറത്തു പോകുവേ. അത് കഴിഞ്ഞ് പടത്തിന് പോകത്തുള്ളൂ. നോക്കി പോണേ. ഓക്കെ അമ്മേ, അപ്പൊ നാളെ കാണാം. ആ ഓക്കെ ഓക്കെ, ടാറ്റാ. ടാറ്റാ. ഡി ഇവിടെ ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നോ? ക്ലാസ്സിൽ കയറണ്ടേ? ആ വാ. ഡി ഇറങ്ങിയാലോ? ആടാ വരുവാ. ആഹാ, ഇന്ന് രണ്ടും ഒരുമിച്ചാണോ പോകുന്നേ? ആടാ, ഇന്നൊരു പടത്തിന് പോകാനുണ്ട്. എടാ ദുഷ്ട, എന്നെ കൂട്ടാണ്ട് പടത്തിന് പോകുകയാണല്ലേ? നിന്നെ ഞാൻ അടുത്താണ് കൊണ്ടുപോടാ കുട്ടാ. ഓഹോ, അങ്ങനെ എനിക്കെല്ലാം മനസ്സിലാവുന്നു. പോടാ പോടാ. എന്നാ വാടി കേറ്. അപ്പൊ ഓക്കേടാ, ബൈ. ബൈഡാ. ഓക്കേടാ. അപ്പൊ പോയാലോ? ആടി പോവാം. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആടാ ചെല്ല. ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ ചെല്ല്. ഞാൻ എന്നാ അപ്പുറത്തെ റൂമിലേക്ക് പോവാ. നീ കിടന്നോ? തോന്നി ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണ് ചെയ്ത്. അയ്യടാ, പൊന്നമ്മന്റെ മനസ്സിലിരിപ്പ് ഉള്ളതല്ലോ. എന്തുവാടി, ഞാൻ അടങ്ങി കിടന്നോളാം. നീയല്ലേ അടങ്ങിക്കിടക്ക, അത് പിന്നെ എനിക്ക് അറിയാവല്ലോ. മുത്തല്ലേ, നിനക്കെന്താടി എന്നൊരുമാതിരി വിശ്വാസം ഇല്ലാത്ത പോലെ? ഇല്ലാത്തോണ്ട്. ഓഹോ അങ്ങനെ. ആ അങ്ങനെ തന്നെ. വാടിയുടെ മാധു. ശ്രീ ശ്രീ സോറി. എന്തിന്? അത് ഞാൻ ഫോഴ്സ്. നോ, ഒരിക്കലും അല്ല. എൻ്റെ സമ്മതത്തോടെ തന്നെ. ആൻഡ് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. ലവ് യു. ലവ് യു ടു. മാധു, ആ ഫോൺ എടുക്ക്. ഹലോ. ആ ഞാനൊരു 10 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ശരി, ബൈ. അമ്മ ഇന്നലെ അങ്ങോട്ടില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയില്ലല്ലോ. നമ്മുടെ ഫ്ലാറ്റിലേക്കല്ലേ വന്നേ. അമ്മ എന്നിട്ട് എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നുമല്ല, തേലിയിലേക്കാറുള്ള ആട്ട് തന്നെ. സ്വാഭാവികം. ഓടി, നീ എഴുന്നേറ്റ് റെഡിയാവും. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ആ ഓക്കേടാ. ആ എത്തിയോ? ഇന്നലെ എവിടായിരുന്നു? അത് പിന്നെ അവൾ അവളുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടാ വന്നത്. നീ ഏതടേക്കാ? ഞാൻ വല്ലു. മധു വേണ്ട, നീ ചെല്ല്. അത് മധു ചെല്ലാൻ. ഓക്കെ ബൈ. ഒന്നവിടെ നിന്നേ. ചെറിയച്ച, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ പുറത്തായിരുന്നു. ഇങ്ങനെ രാത്രി മൊത്തം കണ്ടോന്മാരുടെ കൂടെ നടങ്ങിയിട്ട് രാവിലെ എന്തിനോടെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തേ? എന്റെ ചെക്കന് വേണ്ടി ഇവിടെ എന്ന് ചോദിച്ചപ്പോ എന്തായിരുന്നു അവരുടെ ഒരു ഷോ? ഇപ്പൊ കണ്ടവന്മാരുടെ കൂടെ കറങ്ങുന്നത് കഴിഞ്ഞാടി നടക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഹേമ, മതി നിർത്ത്. ദാസ, നിന്നോടുകൂടിയാ. ഇനി നിന്റെ ഒക്കെ വായിന്ന് എന്റെ കുഞ്ഞിനെ പറ്റി ഒരു വാക്ക് വേണ്ടി പോരുത്. മോളെ, നീ അത് നോക്കൂ. ശരിയച്ച. അല്ലേലും നിങ്ങളുടെ മോളെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളുമല്ലോ. അതെ, അവളിങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലല്ലോ. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ ആരും പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും. മോളെ, അമ്മ അച്ഛനൊന്ന് പുറത്തു വിട്ടുതരാം. എവിടെ പോകുക? ഞാനും വരുന്നോ? ബാങ്കിൽ പോകുവാടാ. മോക്ക് ബോറടിക്കും. മോൾ ഇവിടെ ഇരുന്നു. വേഗം വരുവോ? നീ വരാൻ നോക്കാം. വരുമ്പോ എനിക്ക് ഡയറി മിൽക്ക്. ഓ, വാങ്ങിക്കാം. ഇപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ബൈ. ബൈ.
ആക്സിഡന്റ് ആണെന്നാ കേട്ടത്. പാവാ കുട്ടി. അച്ഛാ, അമ്മ, എന്താ ഇതൊക്കെ? അച്ഛ കണ്ണൂർക്ക്, അമ്മ കണ്ണൂർക്ക്, പ്ലീസ് അച്ഛ കണ്ണൂർക്ക്, അച്ഛ അമ്മ പ്ലീസ് ഒന്ന് കണ്ണൂർക്ക്, പ്ലീസ് അച്ഛ അമ്മ കാലുപിടിക്കുന്നു, കണ്ണൂർക്ക് അച്ഛ പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ ഒന്ന് കണ്ണൂർക്ക്, ഞാൻ വിളിക്കുന്നു, പ്ലീസ് അമ്മ ഒന്ന് കണ്ണൂർക്കമ്മ അച്ഛ. ശ്രീ, മാധു, എനിക്കിന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ ഒരു കാര്യം? കാര്യമുണ്ട്. അത്യാവശ്യമാണോ? അതെ, അത്യാവശ്യം. എനിക്കിന്ന് ഇപ്പം തന്നെ കാണണം. ആ, ഞാൻ അത് വരുവാ. ഇപ്പൊ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യും. മാധു, മാധു എന്നെ വിട്ട് പോലെ, എനിക്ക് നീ മാത്രമുള്ളൂ, പ്ലീസ് മാധു തിരിച്ചു പോവാ മാധു. മാധു, മാധുവിൻ്റെ ഒറ്റയ്ക്കാക്കിയിട്ട് പോലെ, പ്ലീസ് എനിക്ക് നീ മാത്രമുള്ളൂ, പ്ലീസ് മാധു ഒന്ന് തിരിച്ചു പോവാ. എനിക്ക് തിരിഞ്ഞു പറ്റില്ലെങ്കിൽ നീ മാത്രമുള്ളൂ മാധു, പ്ലീസ് ഒന്ന് വാ മാധു. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ, ഒരു വാക്കിനും അകലെ നീ എങ്കിലും അരികിൽ ഞാനിന്നും, മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണ് പിരിയാതെ. അഴകേ വാ അരികേ വാ, മലരേ വാ തിരികെ വാ. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ. അസത്തെ ഇപ്പൊ ഇറങ്ങിക്കോണം, ഇനി എന്റെ മുന്നിൽ കണ്ടുപോരുത്. ഇനി ഈ വീടിന്റെ പടി നീ ചവിട്ടി പോയത്. ഇങ്ങനെ പിഴച്ചു നടക്കുന്നവളൊന്നും ഇനി ഈ വീട്ടില് വേണ്ട. ചെറിയമ്മ, അവളുടെ അടുത്ത് കയർക്കണ്ട. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? സത്യമല്ലേ അവള് പറഞ്ഞത്? കണ്ടവന്റെ കുഞ്ഞിനെ വയറ്റി കൊണ്ട് നടക്കുന്നവള് വേറെ എന്താ അടി വിളിക്കണ്ടേ? ഇറങ്ങി പൊക്കോണം. അന്നാണ് താനെന്നെ കണ്ടതും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. താനെന്തോന്നും പറയാത്തെ? എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല.
എന്നെ സോറി ശ്രുതി, ഐ എം സോറി. എന്തിനാ? താനന്ന് സൂയിസൈഡിന് ശ്രമിച്ചപ്പോ ഞാൻ കരുതിയത് എല്ലാരെയും പോലെ സാധാരണ ഒരു ബ്രേക്കപ്പ് മറ്റോ ആയിരിക്കുന്ന. ഐ എം സോറി. ഹേയ്, സാരമില്ല. ആരായാലും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കൂ. താൻ പോയി റെസ്റ്റ് എടുക്ക. ഞാൻ ഒന്ന് കിടക്കട്ടെ. ശരി. എന്റെ പൊന്ന് ശ്രീ, നീ ഒന്ന് വാ, ചെക്കപ്പിന് ടൈമായി. ആ വരുവാ. അർജു, എനിക്ക് വേദനിക്കുന്നു. ഈശ്വര, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. சின்ன சின்ன கண்ணசைவில் உன்னடிமையாகவா, செல்ல செல்ல முத்தங்களில் உன்னுயிரை வாங்கவா, லாலி லாலி நானும் துடி துடி. സിസ്റ്റർ ശ്രുതി, ശ്രുതിയുടെ ആരാ? ഹസ്ബൻഡാണ്. ഓ ഓക്കെ. ആൾക്ക് പെയിൻ കൂടിയിട്ടുണ്ട്, ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിസ്റ്റർ വേറെ പ്രോബ്ലംസ്? ഓ താൻ പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ശ്രുതി പ്രസവിച്ചു, പെൺകുട്ടിയാണ്. അർജു. ശ്രുതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? തന്നെ ഞാൻ കെട്ടിക്കോട്ടെ? എന്താ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഞാൻ തന്നെ കെട്ടിക്കോട്ടെ? താൻ എന്തൊക്കെയാ അർജു ചോദിക്കുന്നേ? ഞാൻ നന്നായി ആലോചിച്ചിട്ട് തന്നെയാ. എനിക്ക് തന്നെ ഇഷ്ടോ? വേണ്ട അർജു, നിനക്ക് മുന്നിലേക്ക് നല്ലൊരു ജീവിതം കിടപ്പുണ്ട്. അത് താനായിട്ട് നശിപ്പിക്കാൻ നിൽക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് തനിക്കൊരു ബാധ്യതയാവും. അത് വേണ്ട. നോ, നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ബട്ട് അവളെനിക്ക് ഒരിക്കലും ഒരു ബാധ്യതയല്ല, ഇനി ആവത്തുമില്ല. അവളെനിക്ക് എൻ്റെ മോള് തന്നെയാ. എന്നാലും ശ്രീ, നീ ഇപ്പൊ അവളെക്കുറിച്ച് ഓർക്കണ്ട. നിന്റെ മാത്രമല്ല, അവൾ എൻ്റെ മകളാ. നീ ഇപ്പൊ നിന്റെ കാര്യം മാത്രം പറ. നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ, അത് മാത്രം പറഞ്ഞാൽ മതി. ലവ് യു അർജു. ശ്രുതി, സത്യമാണ്, മറ്റൊന്നും എന്നോട് ചോദിക്കരുത്. ശ്രുതി, നട അടയ്ക്കുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? ദേ വരുവാ. വാവ അപ്പുറത്ത് ചേച്ചിയുടെ കൈ കൊടുക്കണ്ടേ? അവളെങ്ങത്താ പോയാലോ? വാ പോവാം. ഒന്നും പറയണ്ട. ഇനി നീ എന്റേത് മാത്രം. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എൻ്റെ പൊന്നർജു, നീ ഒന്ന് ഇവളെ വന്ന് എടുക്ക്. ഞാൻ പറഞ്ഞാലൊന്നും ഇവള് കരച്ചിൽ നിർത്തത്തില്ല. അച്ഛയുടെ മുത്തിന് എന്ത് പറ്റി? എന്തിനാ അച്ഛയുടെ വാവ കരയുന്നേ? ഒന്നുകൂടെ വിളിച്ച്. എന്റെ ഈശ്വര, എനിക്ക് ചത്താ മതി. അവൾക്ക് നഷ്ടപ്പെട്ടത് അവൾ ജീവന തുല്യം സ്നേഹിച്ച 3 ജീവനുകളാണ്. എന്നാൽ വിധി അവൾക്ക് കരുതി വെച്ചത് അവളെ ജീവനായി സ്നേഹിക്കുന്ന 2 ജീവനെയാണ്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. അവസാനിച്ചു എന്ന് കരുതുന്നിടത്തുനിന്നായിരിക്കും യഥാർത്ഥമായിട്ട് തുടക്കം. അതിനെ വിധിയെന്ന് നാം വിളിക്കുന്നു. ജീവിതം അതൊരിക്കലും സ്വയം അവസാനിപ്പിക്കാനുള്ളതല്ല. കാരണം അത് നമുക്കായി കരുതി വച്ചേക്കുന്നത് എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. കഴിഞ്ഞോ? എന്തേ, കഴിയണ്ടായിരുന്നോ? എന്തോ ഇത് തീരണ്ടായിരുന്നെന്ന് തോന്നിപ്പോകുക. എന്തേ, അത്രയ്ക്ക് ഇഷ്ടമായോ? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? അതിൽ ഓരോരുത്തരും അത്രയും പ്യൂറല്ലേ. ശ്രീ, ആ താനാണോ അപ്പൊ ശ്രുതി? അമ്മയുടെ വാവ വന്നോ? ഹലോ, എന്താടാ വാവയുടെ പേര്? പോവാം. ആ പോവാം. സാഗർ, അപ്പൊ ഞാൻ ഇറങ്ങുവാ. ബട്ട് പറഞ്ഞില്ല. താനാണോ?